ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. 9 to 5 ജോബ് ഉള്ളവർക്കും വർക്കിംഗ് പ്രൊഫഷണൽസിന് ട്രേഡ് ചെയ്യാൻ പറ്റുമോ? ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഐ ഹോപ്പ് യു ആർ എൻജോയിങ് ദ വീഡിയോസ്. ഇഫ് യു ആർ വാച്ചിങ് ഇറ്റ്, ഇഫ് യു നോട്ട് വാച്ചിങ് ഇറ്റ് അല്ലെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഡു വാച്ച് ദ വീഡിയോസ്. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. വിൽ ബി ഡൂയിങ് സം തിങ്സ്, വിൽ ബി ഡൂയിങ് മോർ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. സോ ഡു വാച്ച് ദ വീഡിയോസ്, ഡു സബ്സ്ക്രൈബ്, ഡു കമൻറ്റ്. ഇഫ് യു വാണ്ട് എനിത്തിങ് മോർ, നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങളോ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. വർക്കിംഗ് പ്രൊഫഷണൽസിന് ട്രേഡ് ചെയ്യാൻ പറ്റുമോ? വർക്കിംഗ് പ്രൊഫഷണൽസിന് ട്രേഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എഫക്റ്റീവ് മെത്തേഡ്സ്? കാരണം പലരുടെയും ഉള്ള ഒരു പ്രശ്നമാണ്, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സമയം കിട്ടാറില്ല. അല്ലെങ്കിൽ ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ രാവിലെ തൊട്ട് പണിയാണ്, അതിൻ്റെ ഇടയ്ക്ക് മാർക്കറ്റ് നോക്കാൻ സമയം കിട്ടില്ല. മാർക്കറ്റ് നോക്കിയിരിക്കാറുണ്ട്. ചില സമയത്ത് ട്രേഡ് എടുക്കും, അപ്പോൾ വേറെ എന്തെങ്കിലും ജോലി വരും, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് വരും, അല്ലെങ്കിൽ മാനേജർ വിളിക്കും. അത് മാനേജറിനെ കണ്ടിട്ട് വരുമ്പോഴത്തേക്കും ട്രേഡ് ടോസിലും പോകും. അപ്പോൾ ഇത്രയും ഒരു ഹെക്ടിക് ഷെഡ്യൂളിൻ്റെ ഇടയ്ക്ക് ഇൻട്രാഡേ ട്രേഡിങ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരത്തിൽ ഞാൻ പറ്റില്ല എന്ന് പറയില്ല. കാരണം നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വൈ ഇൻട്രാഡേ ട്രേഡിങ്? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇൻട്രാഡേ ട്രേഡിങ് ചെയ്യണം? സി, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ട്രേഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പൈസ ഉണ്ടാക്കാനാണ്. നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ സ്ഥിരമായിട്ട് എല്ലാവരും പറയുന്നൊരു ടൈമാണ് പാസീവ് സോഴ്സ് ഓഫ് ഇൻകം, അല്ലെങ്കിൽ അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തിന് ഇൻട്രാഡേ തന്നെ ട്രേഡ് ചെയ്യണം? നിങ്ങളുടെ വർക്ക് അവേഴ്സിൽ തന്നെ നിങ്ങൾക്ക് എന്തിന് ട്രേഡ് ചെയ്യണം? നിങ്ങളുടെ ഒരു മീറ്റിങ്ങോ നിങ്ങളുടെ ഹെക്ടിക് ആയിട്ടുള്ള ജോബ് സ്കെഡ്യൂളിൻ്റെ ഇടയ്ക്ക് എന്തിന് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണം? നിങ്ങൾക്ക് അത് ഒഴിവാക്കിയാൽ മതി. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇൻട്രാഡേ ട്രേഡിംഗ് എന്നല്ലാതെ ഞാൻ പേഴ്സണലി ഏറ്റവും കൂടുതൽ ആൾക്കാരോട് റെക്കമെൻഡ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇക്വിറ്റിയിലുള്ള സ്വിംഗ് ട്രേഡിംഗ് ആണ്. ഞാൻ ഓപ്ഷൻ പോലും റെക്കമെൻഡ് ചെയ്യാറില്ല ആൾക്കാരോട്. കാരണം ഞാൻ ഓപ്ഷൻസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഒരിക്കലും ഞാൻ റെഗുലർ ബേസിൽ ഓപ്ഷൻ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, എൻ്റെ RR അത്രയും ഫേവറബിൾ ആണെന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ ഞാൻ ഓപ്ഷൻസ് ചെയ്യാറുള്ളൂ. അല്ലാതെ ഞാൻ ഓപ്ഷൻ ചെയ്യാറില്ല. അപ്പം ഞാൻ പേഴ്സണലി എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത്, അതിപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മുടെ ഡിഗ്രിയിലുള്ള നമ്മുടെ സ്റ്റുഡൻസിനോടാണെങ്കിലും, അവിടെ തന്നെ ഇപ്പോൾ സ്റ്റുഡൻസ് ഉണ്ട്, കോളേജിൽ പഠിക്കുന്നവരുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ നമുക്കുണ്ട്, 12 വയസ്സുള്ള സ്റ്റുഡൻസ് വരെ നമുക്കുണ്ട്, അത് തുടങ്ങി 60 വയസ്സുള്ള സ്റ്റുഡൻസ് വരെ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ ഇക്വിറ്റി സിങ്സിൽ ഫോക്കസ് ചെയ്യും. കാരണം ഇക്വിറ്റി സിങ്സിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓവർ ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊരു കാര്യമാണ്. നിങ്ങൾക്ക് ക്യാപിറ്റൽ കുറച്ച് വലിയ ക്യാപിറ്റൽ യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ചെയ്യാം എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. റിസ്ക് റിവാർഡ്. കാരണം നിങ്ങളൊരു 1000 രൂപ റിസ്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1:3, 5, 10 ഒക്കെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്വിംഗ് ട്രേഡിങ്. അതേപോലെ നിങ്ങൾക്ക് അത്ര എഫേർട്സ് വരുന്നില്ല, അല്ലെങ്കിൽ അത്രയും എഫേർട്ട് നിങ്ങൾക്ക് ഇടേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എപ്പോഴും മാർക്കറ്റ് വാച്ച് ചെയ്തിരിക്കേണ്ട കാര്യമില്ല. അതാണ് ഞാൻ ആക്ച്വലി വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടി പറയാൻ പറ്റുന്ന ഏറ്റവും ഫസ്റ്റ് നമ്പർ 1 തിങ് എന്ന് പറഞ്ഞത്. കാരണം നമുക്ക് വേറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, എന്നാൽ പോലും ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഗോ ഫോർ ഇക്വിറ്റി സ്വിംഗ് ട്രേഡിങ്ങിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യും. കാരണം നിങ്ങൾ ഒരു വർക്ക് കഴിഞ്ഞ് നിങ്ങൾ വരും, നിങ്ങൾക്ക് മാർക്കറ്റ് വാച്ച് ചെയ്യാം. നൈറ്റ് നിങ്ങൾ ഫ്രീ ആയിട്ട് വന്നു ചായ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചില്ല് ചെയ്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ഒരു 1/2 hour 1 hour വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക്കലി കുറച്ച് നിങ്ങൾക്ക് സ്റ്റോക്സ് ആഡ് ചെയ്തിടാം. അതിൻ്റെ മൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ വന്ന് നിങ്ങൾ ഓഫീസ് പോയി 9 മണി കഴിഞ്ഞ് ഒരു 10 മണിയായപ്പോൾ നിങ്ങളുടെ ഒരു ടാർഗറ്റിൻ്റെ ഒരു എൻട്രി പോയിന്റിൻ്റെ അടുത്ത് ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യാം. നിങ്ങൾക്ക് എന്നിട്ട് അന്ന് തന്നെ എക്സിറ്റ് ചെയ്യേണ്ട കാര്യം ഇതെല്ലാം നോക്കി വരുന്നത് കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്യാം. അടുത്ത ദിവസങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം. നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ആവുന്നുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റ് ക്ലോസ് ആവുന്നത്, ഓക്കെ എത്ര ഓപ്പൺ ആയി, ഇത്ര ക്ലോസ് ആയത്, ഓക്കെ ഞാൻ ഇത്ര ദിവസം എന്തായാലും എനിക്ക് ഹോൾഡ് ചെയ്യേണ്ടി വരും. ഇത് നോക്കേണ്ട കാര്യമില്ല. നിങ്ങളത് വിടുക, നിങ്ങൾ അതിൻ്റെ വഴിക്ക് വിടുക. നിങ്ങൾ എന്നിട്ട് കുറച്ച് 2-3 ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പം ഒരു 1 week ഹോൾഡ് ചെയ്താൽ മതിയാവും, ചിലപ്പോൾ ഒരു 1 month ഹോൾഡ് ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷേ അതിൽ കൂടുതൽ നിങ്ങൾ ഹോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിലോട്ട് പോകണമെന്ന് ഞാൻ പറയുന്നില്ല. സ്റ്റിൽ നിങ്ങൾക്ക് ക്യാഷ് നല്ലതായിട്ട് ഉണ്ടാക്കാൻ പറ്റും. കാരണം നിങ്ങൾ അതും ഈ പറയുന്ന പോലെ സ്വിംഗ് ട്രേഡിങ് ചെയ്യാനാണെങ്കിലും മോർ ദാൻ ഫണ്ടമെന്റൽ അനാലിസിസ് ഞാൻ പറയുന്നത് ടെക്നിക്കലി നിങ്ങൾക്കൊരു ബ്രേക്ക്ഔട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയും അതിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത ബ്രേക്ക്ഔട്ടിൽ എൻട്രി എടുക്കാൻ പറ്റുകയും നിങ്ങളുടെ ടാർഗറ്റ് വരെ അത് ഹോൾഡ് ചെയ്യുന്നിടത്താണ് നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റ് ഉള്ളത്. അപ്പം അത് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഒബിയസ്ലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. കാരണം ഇപ്പോൾ നമ്മൾ തന്നെ സെക്യൂറിൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് കൊടുക്കുന്നുണ്ട് സ്വിംഗ് ട്രേഡേഴ്സിന് വേണ്ടി, അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടി മാത്രമുള്ള ഒരു കോഴ്സാണ് സെക്യൂറിൻ. അതിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതാണ്: എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് ഒരാൾക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം, ഒരു ജോബുള്ള ആൾക്ക് എങ്ങനെ സ്വിംഗ് ട്രേഡ് ചെയ്യാം, സ്വിംഗ് ട്രേഡിങ് സ്ട്രാറ്റജീസ്, അതേപോലെ നമ്മുടെ പേഴ്സണൽ ഫൈനാൻസ്, യു ഷുഡ് മാനേജ് യുവർ എക്സ്പെൻസസ് എന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി നിങ്ങൾ നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആകാവുന്നേ ഉള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ ഇൻട്രാഡേ ചെയ്യണമെന്നുള്ളൊരു നിർബന്ധമില്ല. സോ നിങ്ങൾ ഒരു പെർസ്പെക്റ്റീവ് ചിന്തിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് സ്വിങ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇരട്ടി പ്രഷർ വരുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്ക് കാമായിട്ട് നിൽക്കാനും നിങ്ങൾക്ക് വർക്കിൻ്റെ കൂടെ പാരലി ഒരു ഇൻകം സോഴ്സ് ഉണ്ടാക്കാനും, മേ ബി നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ് റിസൈൻ ചെയ്യണം, ഫുൾ ടൈം ട്രേഡർ ആവണമെങ്കിൽ പോലും സ്വിംഗ് ട്രേഡിങ് നല്ലൊരു മെത്തേഡാണ്.
സോ ആ ഒരു പെർസ്പെക്റ്റീവ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഫോറക്സ് ട്രേഡിംഗ് ഉണ്ട്, കൊമോഡിറ്റി ഉണ്ട്, ക്രിപ്റ്റോ ട്രേഡിംഗ് ഉണ്ട്. അപ്പം ഇതെല്ലാം ഓപ്ഷൻസ് ആണ്. ഫോറക്സ് ട്രേഡിംഗ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ Monday to Friday 24 hours നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ബാക്കിയുള്ളതാണെങ്കിലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇപ്പോൾ പറഞ്ഞ പോലെ ഫോറക്സിലാണെങ്കിലും കുറച്ച് കോംപ്ലക്സ് കാര്യങ്ങളുണ്ട്, ലിക്വിഡിറ്റി കാര്യങ്ങളുണ്ട്, ഭയങ്കര റാമ്പിൻ്റെ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ട്. കാരണം നിങ്ങളൊരു ഹെക്റ്റിക് ഡേ കഴിഞ്ഞ് വീട്ടിൽ വന്ന് നിങ്ങൾ അതിൽ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സമാധാനമായിട്ടുള്ള കിടന്നുറങ്ങാൻ പറ്റാത്ത, ചിലപ്പോൾ വർക്ക് ലോഡ് കഴിയുന്നു, അത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് വരുന്നു, ഇതിൽ പിന്നെയും ട്രേഡ് എടുക്കുന്നു, പെട്ടെന്നായിട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ കാണുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സാധനം പെട്ടെന്നായിട്ട്. അപ്പം ഇങ്ങനെ നിങ്ങൾക്കൊരു മെൻ്റൽ പ്രഷർ ഏറ്റെടുക്കണമെന്ന് ആഗ്രഹം ഇല്ലെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ മെത്തേഡ്സിലേക്ക് ഞാൻ പോകുന്നില്ല, ഞാൻ പറയുന്നുമില്ല നിങ്ങൾക്ക്. കാരണം നിങ്ങളൊരു വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എന്തോരം പ്രഷർ അനുഭവിക്കുന്നുണ്ടാവും. ഒരു ദിവസം നിങ്ങൾക്ക് വർക്ക് പ്രഷർ ഉണ്ടാവും, തിരിച്ച് വീട്ടിൽ വരും ഫാമിലി ചിലപ്പോൾ പ്രഷർ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ ബർത്ത്ഡേ മറന്നു പോയെന്നോ, അല്ലെങ്കിൽ ഭാര്യ അത് മേടിക്കാൻ പറഞ്ഞിട്ട് ഇത് മേടിച്ചില്ല, അത് മേടിച്ചില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിന് നടുവിലോട്ട് എന്തിനും നിങ്ങളുടെ സ്ട്രെസ്സ് കൂട്ടുന്നു. നിങ്ങൾക്ക് ഇക്വിറ്റി തിങ്സ് നോക്കിയാൽ മതി. കാരണം അതിൽ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരും, നല്ല രീതിയിൽ കാശ് ഉണ്ടാക്കാൻ പറ്റും. സോ അനാവശ്യമായിട്ട് സമയം കളയുമോ, ഒരുപാട് സ്ട്രെസ് എടുക്കുമോ, നിങ്ങളുടെ വർക്ക് ലൈഫ് ഹെക്റ്റിക്കാക്കുമോ, അല്ലെങ്കിൽ ഭയങ്കര പ്രഷറിൽ ഇരുന്ന് ട്രേഡ് ചെയ്യുക, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ചില്ലായിട്ടിരിക്കാം, റിലാക്സ് ആയിട്ടിരിക്കാം, ജസ്റ്റ് ഒരു നോളജ് ഉണ്ടായിരിക്കുക, നിങ്ങൾ നല്ല സ്റ്റോക്ക് സെലക്ഷൻ ചെയ്യുക. നിങ്ങൾ എന്ന് മാർക്കറ്റ് നോക്കാൻ ഒരു 10, 15, 30 ഒരു ഹാഫ് ആൻ അവർ എങ്കിലും മാറ്റി വെക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യം. ഇല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ട്വൈസ് എ വീക്ക് എന്നുള്ള രീതിയിൽ വാട്ട്സ് ഹാപ്പനിങ് ഇൻ മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത്, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞു പോയാൽ മതി. സോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു വർക്കിംഗ് പ്രൊഫഷണലാണെങ്കിൽ ഈ ഒരു കാര്യത്തിലൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, നിങ്ങൾ അല്ലെങ്കിൽ ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനാണെങ്കിലും നമ്മുടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം, അതല്ല നിങ്ങൾക്ക് വേറെ പഠിക്കാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാം. പക്ഷേ പഠിച്ചിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. സോ നിങ്ങൾ എന്തായാലും സ്വിംഗ് ട്രേഡേഴ്സ് എല്ലാം ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ എങ്ങനെ വർക്കൗട്ട് ആവുന്നുള്ളത് കമൻറ്റിൽ പറയുക. സോ ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഐ വിൽ സീ യു ഓൺ അനദർ വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ, പീസ്.